സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ വമ്പിച്ച മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മൂന്നര വർഷക്കാലം കൊണ്ട് 7 ഗഡുക്കൾ കുടിശ്ശികയായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ചേർത്തല ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് ഓഫീസിന് സമീപം നടന്ന ധർണയിൽ പ്രസിഡന്റ് എം.എൻ. ഗോപാലകൃഷ്ണ പണിക്കർ അധ്യക്ഷയായി. സെക്രട്ടറി കെ.എൻ. ബാലചന്ദ്രബാബു, ഖജാൻജി ഡി. അപ്പുക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെമ്പാടും എല്ലാ ബ്ലോക്കുകളുടെയും നേതൃത്വത്തിൽ പെൻഷൻകാരുടെ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സമരപരിപാടി നമ്മളിവിടെ നടത്തുന്നത്? ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സമരപരിപാടികൾ നടത്തുന്നത്. പെൻഷൻകാർക്കൊക്കെ ഇത് അറിയാം, പെൻഷൻകാർ മാത്രം അറിഞ്ഞാൽ പോരാ, ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് ഈ വിവരങ്ങൾ അറിയാം. നമ്മളുടെ 11ാം പെൻഷൻ ശമ്പള പെൻഷൻ പരിഷ്കരണം 5 കൊല്ലം കൂടുമ്പോൾ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുക എന്നുള്ള അംഗീകരിക്കപ്പെട്ട ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1/7/2019 പ്രാബല്യത്തിൽ 2021 നടപ്പിലാക്കി. 2 കൊല്ലത്തിന് ശേഷമാണ് നടപ്പിലാക്കുക. അന്ന് നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഈ 2 കൊല്ലത്തെ കുടിശ്ശിക നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ ഈ കുടിശ്ശിക നമുക്ക് നാളെ ലഭിച്ചിട്ടില്ല. അന്നത്തെ ഉത്തരവിന് സർക്കാർ പറഞ്ഞിരുന്നത് ഈ കുടിശ്ശികയെല്ലാം 2021 ഏപ്രിൽ, മെയ്, ഓഗസ്റ്റ്, നവംബർ എന്നീ മാസങ്ങളിൽ നൽകിക്കൊള്ളാമെന്നാണ്. ആ ഉത്തരവ് പ്രകാരം തന്നെ ആദ്യത്തെ 2 ഗഡു, അതായത് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ഗഡു കൃത്യമായി സർക്കാർ തന്നു, അതിൽ ആക്ഷേപമില്ല. പക്ഷേ ഓഗസ്റ്റ് മാസത്തിലെയും നവംബർ മാസത്തിലെയും കുടിശ്ശിക നമുക്ക് എന്നാ ലഭിച്ചിട്ടുള്ളത്? ഓഗസ്റ്റ് മാസത്തെ തരാമെന്നും 2021 ഓഗസ്റ്റ് മാസത്തെ തരാമെന്ന് പറഞ്ഞ കുടിശ്ശിക നമുക്ക് നൽകിയത് 2024 ഏപ്രിൽ മാസമാണ്.